ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് ആണ്. നമ്മൾ ഇന്ന് രാവിലെ തന്നെ പനീർ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ ഉള്ളി മുറിക്കുന്നുണ്ട്. നമ്മളിവിടെ 3 ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി നല്ലോണം മുറിക്കണേ, തിന്നായിട്ട് മുറിക്കണം. പിന്നെ ഇത് കർക്കിടക ഔഷധ കൂട്ടാണ്. അച്ഛൻ കഴിക്കുന്നതാണ്. നമ്മളൊന്നും കഴിക്കൂല, കഴിച്ചിട്ട് പിന്നെ തിന്നാൻ കഴിയില്ല ഗൈസ്. ഇത് തേങ്ങയും കൊച്ചുള്ളിയെല്ലാം കൂട്ടിയിട്ട് ആ പൊടി മിക്സാക്കിയിട്ടാണ് അച്ഛൻ കഴിക്കുന്നത്. നമ്മളവിടെ എല്ലാം വേണോ ചെയ്യുന്നുണ്ട്. നമ്മളൊന്നും വാങ്ങുന്നേ ഇല്ല. അച്ഛൻ തന്നെ അത് തിന്നിട്ട് മടുത്ത് ഗൈസ്. അതിന് ആ മിക്സ് നമ്മൾ അതിലേക്ക് മിക്സ് ഇടുന്നുണ്ട്. ആ പൊടി അച്ഛൻ നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. എന്നിട്ടത് രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. അതെല്ലാം അച്ഛൻ കഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് പനീർ കറിയിലേക്ക് പോകാം. നമ്മളൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇത് അമൂലിൻ്റെ ബട്ടറാണ്. നമ്മൾ ബട്ടർ നല്ലോണം മെൽട്ടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉള്ളി ചേർക്കുന്നുണ്ട്. ഉള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം ചേർക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് വെളുത്തുള്ളിയെല്ലാം ഇട്ടിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. വെജീസെല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ജീരകം ഇടുന്നുണ്ട്, മുളക് പൊടി, മഞ്ഞൾ പൊടി, പാകത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. നമ്മളത് തണിയാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ പാത്രം കഴിയതിന് ശേഷം, പിന്നെ ഇത് ചായക്ക് പാല് വെച്ചതാണ്. നമ്മൾ ആ പാത്രം കഴിയതിന് ശേഷം നല്ല അതിലേക്ക് വെള്ളമെല്ലാം പാറിയതിന് ശേഷം വീണ്ടും അതിലേക്ക് ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടർ മെൽട്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ കറിക്ക് മെയിൻ ബട്ടറാണ്, വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റൂല, ബട്ടറാണ്. നമ്മൾ വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റൂല. ബട്ടർ മാത്രമേ ഈ കറിക്ക് ഉപയോഗിക്കാൻ പറ്റൂ. നമ്മൾ അതിലേക്ക് പനീർ ചേർക്കുന്നുണ്ട്. നമ്മളിത് ഒരു പാക്ക് പനീറാണ് എടുത്തിട്ടുള്ളത്. പനീർ നമ്മൾ നല്ലോണം നെയ്യിൽ പൊരിക്കുന്നുണ്ട്. ഷാലോ ഫ്രൈ ചെയ്യുന്നില്ല. നമ്മളൊരു 5-6 ബ്രൗണിഷ് കളർ ആകുമ്പോഴേക്കും നമ്മൾ എടുത്ത് മാറ്റും. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യിപ്പിക്കുന്നില്ല. ഒരു 5-6 മിനിറ്റ് കൊണ്ടാകുമ്പോൾ നമ്മൾ എടുത്ത് മാറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ പനീർ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ പനീർ മുഴുവനും കോരി എടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ആ പാനിൽ തന്നെ നമ്മൾ അരച്ച് വെച്ച മസാല ചേർക്കുന്നുണ്ട്. നേരത്തെ തണിയാൻ വെച്ച മസാല നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്.
അതിൽ കുറച്ച് വെള്ളമാക്കിച്ച് നമ്മളൊന്ന് ഒഴിക്കുന്നുണ്ട്. ഇത് നല്ലോണം തിളക്കണം. നല്ലോണം തിളക്കുന്നുണ്ട് കറി. നമ്മൾ പിന്നെ അതിലേക്ക് കാഷ്യൂ അരച്ചത് ഒഴിക്കുന്നുണ്ട്. ഇതെല്ലാം അതിലേക്ക് ഈ കറീൻ്റെ. ഇതൊന്ന് സ്കിപ്പ് ചെയ്യറേ. പിന്നെ നമ്മൾ ആ പനീർ ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പുതിനച്ചപ്പ് അതിലേക്ക് ഇടുന്നുണ്ട്. നമ്മൾ ലാവിഷായിട്ട് പുതിനച്ചപ്പ് ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബട്ടർ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഗായ്സ്. നല്ല അടിപൊളി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടേ. പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കല്ലെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി പരത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട്. നമ്മൾ വായിൽ ആ ചപ്പാത്തിയും പനീർ കറിയും വെച്ചാൽ അലിഞ്ഞു പോകും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള കറിയും ചപ്പാത്തിയാണ്. ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.